ഫ്രണ്ട്സ്, ലുഹർ നിസ്കരിക്കാൻ നട്ടുച്ചക്ക് പള്ളിയിലേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നല്ല ചൂടുണ്ട്. ഞാൻ മിനി കൂപ്പർ ഉണ്ടായിരുന്നു നമ്മളെ ഈ റൂമിൻ്റെ അടുത്തുള്ള ആളെ, അയാളുടെ വണ്ടിയിലാണ് വന്നത്. റൂമിൽ വണ്ടി ഉണ്ടായിട്ട് ഇങ്ങനെ വരാൻ കാരണം വെയിലിൻ്റെ ചൂടെന്നറിയാൻ വേണ്ടിയായിരുന്നു. പള്ളിയിലെ ലൈറ്റൊക്കെ കാണാൻ എന്താണ്, അതിലെത്ര പൈസ ഉണ്ടാവും. മോനെ, ഇവിടെയുള്ള ചൂട് പറയാൻ പറ്റില്ല, അത്രക്കും കഠിനാട്ടാ. പൊള്ളുന്ന വെയിലല്ലേ, വെയിലേറ്റുപാടല്ലേ, തണ്ണിത്താണേലെത്തീരുന്നാട്ടെ പാടിയിടുമ്പോൾ നാടൻ പാട്ടും പാടിയിടാ. ഇവിടെ ഒരു നാടൻ പാട്ട് ഇനി നടക്കൂല, ഗംഭീര ചൂടാ. പള്ളിയിൽ പോയത് നമസ്കരിക്കാൻ വേണ്ടി, തിരിച്ചു വരുമ്പോൾ ചൂട് സഹിക്കാൻ പറ്റുന്ന ഉച്ചക്ക് ദുഹറിൻ്റെ ടൈമാണ്. അല്ലാ മാഷാ അല്ലാ. മരുഭൂമിയിൽ മുസാഫിറായി മരുതന്മാർ അലയുമ്പോൾ തമ്പുരാനെ നീ എന്നെ തുണയ്ക്കണമേ അല്ലാ അല്ലാ. മോനെ, കഷ്ടമാണ്, കഷ്ടം. അത്രക്കും പൊരിവയിലാണ്. അതുപോലെ രണ്ടെണ്ണം സൈക്കിളിയായിട്ട് പോകുന്നതാണ്. മലയാളികളാണ്, രണ്ടുപേര് സൈക്കിളും കൊണ്ടതാ പോകുന്നു ഈ പൊരിവെയിലത്ത്. നമുക്കൊരു തണൽ കിട്ടുന്നതിനുള്ളൊരു ആശ്വാസമില്ല, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു തണൽ എനിക്ക് കിട്ടി, ഒരു മരത്തിൻ്റെ. അപ്പോൾ ഉള്ളൊരു ആശ്വാസം എന്തെന്നറിയാം, ഒരു വലിയ മൈതാനത്ത് വലിയ സമ്മേളനം നടക്കുമ്പോൾ എങ്ങോട്ടും തെറ്റാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഒരാൾക്ക് രണ്ടിന് പോകണമെന്ന് തോന്നിയാൽ ഒരാശ്രയം കിട്ടുന്നില്ല. അതുപോലെയാണ് ഈ ചൂടിൽ, ഈ പൊരിഞ്ഞ ചൂടിൽ നമ്മൾക്ക് പെട്ടെന്ന് ഒരു മരത്തിൻ്റെ തണൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അതേപോലുള്ളൊരു ആശ്വാസം, നല്ലൊരു സുഖമാണ് കേട്ടോ. ഇത് മധുരപ്പുളിയാണ്. ഇത് വിവരത്തിലാണെങ്കിൽ നിറയെ കിളികളുടെ സൗണ്ട്. എന്ത് രസമാണെന്നറിയാം, നമ്മൾ ഒരു വയനാടൊക്കെ പോയ പോലുള്ളൊരു സൗണ്ട്. മൊത്തം കിളികളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഗൾഫിൽ വന്നിട്ട് ഇത്രയും സൗണ്ടിൽ കിളികൾ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു ഇതുണ്ടല്ലോ, അവർക്ക് ആ ചൂടിൽ നിന്നുള്ള ഭയങ്കര ഒരു ആശ്വാസമാണ്. അതാണ് അതിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല ആഘോഷമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് കളിക്കുകയാണ് കേട്ടോ ഇവിടെ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.